കേരളത്തിലെ ഇടുക്കി ജില്ലയിൽ കാഞ്ചിയാർ എന്ന് പറയുന്ന സ്ഥലത്ത് അനുമോൾ എന്ന് പറയുന്ന 27 വയസ്സുള്ള ഒരു സ്കൂൾ ടീച്ചർ ഉണ്ടായിരുന്നു. രാവിലെ 7 മണിക്കാണ് സ്കൂളിലോട്ട് പുറപ്പെടുക. അതുപോലെ തന്നെ വീട്ടിലെത്തുന്നത് വൈകുന്നേരം 6 മണിക്കാണ്. 5 വയസ്സുള്ള ഒരു പെൺകുഞ്ഞുണ്ട് ഇവർക്ക്. അതുപോലെ തന്നെ ബിജീഷ് എന്നാണ് ഇവരുടെ ഹസ്ബൻഡിന്റെ പേര്. 29 വയസ്സാണ് ഈ ബിജീഷിനുള്ളത്. ഇത്തരത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങളും ഇത്തരത്തിൽ തന്നെ അനുമോളിന്റെ കുടുംബത്തിനും ഉണ്ടായിരുന്നു. അത്തരത്തിൽ തന്നെ അനുമോളിന് ചെറിയ രീതിയിലുള്ള സാലറിയും കാര്യങ്ങളുമായിരുന്നു അനുമോളിന് ലഭിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വർഷങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. 2023 മാർച്ച് മാസം 18-ാം തീയതി അന്ന് സ്കൂളിൽ ആനുവൽ ഫംഗ്ഷനും കാര്യങ്ങളും ആയതുകൊണ്ട് തന്നെ രാവിലെ വീട്ടിൽ നിന്നും പുറപ്പെടുകയാണ്. രാവിലെ വീട്ടിൽ നിന്നും പുറപ്പെട്ടതിന് ശേഷം പിന്നീട് ഇവൾ വീട്ടിലോട്ട് തിരിച്ചു വന്നില്ല. വീട്ടിലോട്ട് തിരിച്ചു വരാത്തത് കൊണ്ട് തന്നെ ഇത്തരത്തിൽ തന്നെ പിറ്റേ ദിവസം കാത്തു നിൽക്കുകയാണ്. പിറ്റേ ദിവസം കാത്തു നിന്നിട്ടും ബിനീഷ് വരാത്തത് കൊണ്ട് തന്നെ ഇത്തരത്തിൽ തന്നെ അനുമോളുടെ വീട്ടിലോട്ട് വിളിച്ച് പറഞ്ഞു. അനുമോളുടെ വീട്ടിലോട്ട് വിളിച്ച് പറഞ്ഞതിന് ശേഷം അനുമോളുടെ വീട്ടുകാരും അതുപോലെ തന്നെ വിജീഷും നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഒരു കേസ് കൊടുക്കുകയാണ്. കേസ് കൊടുത്തതിന് ശേഷം പോലീസുകാർ ഇത്തരത്തിൽ തന്നെ അന്വേഷണം കാര്യങ്ങളും നടത്തി. ഇത്തരത്തിൽ തന്നെ ബിജീഷിന്റെ കൂടെ ഉണ്ടായിരുന്ന ബിജീഷിന്റെ 5 വയസ്സുള്ള മോളെ അനുമോളുടെ വീട്ടുകാർ കൊണ്ടുപോവുകയാണ്. ഇത്തരത്തിൽ തന്നെ അനുമോളുടെ വീട്ടുകാർ ഇത്തരത്തിൽ തന്നെ അവരുടെ ആൾക്കാരുമായി അന്വേഷണം കാര്യങ്ങളൊക്കെ നടത്തി കൊണ്ടുപോയി. ബിജീഷിന്റെ വീട്ടിലോട്ട് പോയി നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷം ബിജീഷിന്റെ വീട്ടിലോട്ട് അനുമോളുടെ വീട്ടുകാർ നേരെ മകളെയും കൂട്ടിക്കൊണ്ട് പോവുകയാണ്. മകളെയും കൂട്ടി പോയപ്പോൾ ഇവർക്ക് കാണാൻ കഴിഞ്ഞത് ആ വീട് മുഴുവൻ പൂട്ടിയിട്ടുണ്ട്. അത്തരത്തിൽ തന്നെ ഇവർ അതിൻ്റെ ഉള്ളിലോട്ട് നോക്കി നിൽക്കുമ്പോൾ ചെറിയ രീതിയിലുള്ള സ്മെല്ലും കാര്യങ്ങളും പുറത്തോട്ട് അടിക്കുന്നുണ്ട്. ഇവരെന്താക്കി ആ വാതിൽ ചവിട്ടി പൊടിച്ച് ഉള്ളിലോട്ട് കയറി നോക്കുകയാണ്. ഉള്ളിലോട്ട് കയറി നോക്കുമ്പോൾ സ്മെല്ല് അധികമായി ഇങ്ങനെ വന്നു. അന്നേരം ഒരു റൂമിൻ്റെ ഉള്ളിൽ നിന്നാണ് ഇത്തരത്തിൽ തന്നെ സ്മെല്ലും കാര്യങ്ങളും വരുന്നത്. ഇവർ നേരെ ആ റൂമിൻ്റെ ഉള്ളിൽ പോയി നോക്കിയപ്പോൾ ഇവർക്ക് കാണാൻ കഴിഞ്ഞത് അഴുകിയ നിലയിൽ തന്നെ ഇവരെ മകളായ അനുമോളെയായിരുന്നു ഇവർക്ക് കാണാൻ കഴിഞ്ഞത്. പെട്ടെന്ന് തന്നെ ഈ ഇൻഫർമേഷൻ പോലീസിനെ വിളിച്ച് പറയുകയാണ്. പോലീസ് ആ സ്ഥലത്തെത്തിയതിനു ശേഷം പോലീസുകാർ ഇത്തരത്തിൽ തന്നെ ബിജീഷ് എവിടെ പോയി എന്ന തരത്തിലുള്ള അന്വേഷണം കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവളെ കൈ നോക്കിയ ടൈമിന് ഇവർക്ക് കാണാൻ കഴിഞ്ഞത് കൈൻ്റെ അകത്താണെങ്കിൽ അവരെ നെരുമ്പ് കട്ട് ചെയ്ത രീതിയിലാണ് കാണാൻ കഴിഞ്ഞത്. സൂയിസൈഡ് ചെയ്തതായിരിക്കുമെന്നായിരുന്നു പോലീസുകാരുടെ ആദ്യത്തെ നിഗമനം. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ബോഡി നേരെ ഓട്ടോപ്സിക്ക് അയക്കുകയും ചെയ്തു. പിന്നീട് ഓട്ടോപ്സി റിപ്പോർട്ടും കാര്യങ്ങളും വരികയാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ബിജീഷിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള അന്വേഷണം കാര്യങ്ങൾ നടത്തിക്കൊണ്ടുവരികയാണ്. CCTV കാര്യങ്ങളൊക്കെ പോലീസുകാർ നടത്തിക്കൊണ്ടുവരികയും ചെയ്തു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് പറയപ്പെട്ടത് കഴുത്തിൻ്റെ അകത്ത് എന്തോ വസ്തു വെച്ച് മുറുക്കി ശ്വാസം മുട്ടിച്ചാണ് കൊലപാതകം ചെയ്തത് എന്ന തരത്തിലാണ് പോലീസുകാർക്ക് അതിൻ്റെ അകത്ത് നിന്നും മനസ്സിലായത്. അത്തരത്തിൽ തന്നെ പോലീസുകാർ CCTV കാര്യങ്ങളൊക്കെ വെച്ച് അന്വേഷിക്കാൻ വേണ്ടി തുടങ്ങിയാണ്. കേരള തമിഴ്നാട് ബോർഡറായ കുമളി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും ഒരു CCTVൻ്റെ അകത്ത് ടീഷർട്ട് ഇട്ടുകൊണ്ട് ഇവൻ പോകുന്നതായിട്ട് പോലീസുകാർക്ക് കാണാൻ സാധിച്ചു. ഇത്തരത്തിൽ തന്നെ ഇവൻ തമിഴ്നാട്ടിലോട്ട് കടന്നിട്ടുണ്ടാകും എന്ന കാര്യം പോലീസുകാർ മനസ്സിലാക്കും. പിന്നീട് തമിഴ്നാട് പോലീസിന് ഇത്തരത്തിൽ തന്നെ ഇൻഫർമേഷനും ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കുകയും ചെയ്തു. പിന്നീട് ഇവർ ഇത്തരത്തിൽ തന്നെ സോഷ്യൽ മീഡിയയിലും ഇവൻ്റെ ഫോട്ടോസും കാര്യങ്ങളും പബ്ലിഷ് ചെയ്യുകയും ചെയ്യുകയാണ്. സോഷ്യൽ മീഡിയയിൽ വളരെയധികം വലിയ രീതിയിൽ തന്നെ ആളുകൾ ഇത് ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ തന്നെ 9 ദിവസം കഴിഞ്ഞതിന് ശേഷം ഒരു ചെറിയ ഗ്രാമത്തിൽ ഇവന് സാധാരണ രീതിയിൽ ഷർട്ടും മുണ്ടും ഇട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള ഫോൺ കോളും കാര്യങ്ങളും പോലീസുകാർക്ക് ലഭിക്കുകയും ചെയ്തു. പിന്നീട് തമിഴ്നാട് പോലീസ് ഇവനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം കേരള പോലീസിന് കൈമാറുകയും ചെയ്യുകയാണ്. കേരള പോലീസ് ഇവനെ ക്വസ്റ്റ്യനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പിന്നീട് തുടങ്ങി. ക്വസ്റ്റ്യനും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ടൈമിനായിരുന്നു ഇവൻ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അതായത് 3 മാസം മുമ്പേ അനുമോൾ സ്കൂളിൽ നിന്നും ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള ഫണ്ടും കാര്യങ്ങളും പിരിച്ചിട്ടുണ്ടായിരുന്നു ക്ലാസ് കുട്ടികളെ അടുത്തുനിന്ന്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവളെ കയ്യിൽ ഒരു 10,000 രൂപ ഉണ്ടായിരുന്നു. ഇത് ബിജീഷ് കണ്ടപ്പോൾ ഇവൻ പറഞ്ഞു, എനിക്ക് പെട്ടെന്ന് തന്നെ ഒരു ആവശ്യമുണ്ട്, എനിക്ക് ആ പണം ഒന്ന് തരാമോ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആ പണം ഇവൻ വാങ്ങിച്ചെടുക്കുകയാണ്. പിന്നീട് അനുമോൾ ചോദിച്ചതിന് ശേഷം ഈ ഫണ്ട് ഇവൻ കൊടുക്കുന്നില്ല. ഇദ്ദേഹത്തിൽ തന്നെ ഇവക്ക് ഫണ്ട് കൊടുക്കാത്തത് കൊണ്ട് തന്നെ ഇവളെ വളരെയധികം വലിയ രീതിയിൽ തന്നെ മദ്യപിച്ച് വന്നതിന് ശേഷം ഇവളെ അടിക്കുകയും കാര്യങ്ങളൊക്കെ ഇവൾ ചെയ്യുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവൾ മരണപ്പെടുന്നതിനും കാട്ടി 5 ദിവസം മുമ്പേ തന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ഒരു കേസ് ഫയൽ ചെയ്യുകയാണ്. വൈകുന്നേരം കുടിച്ചു വന്നതിന് ശേഷം എന്നെ മർദ്ദിക്കുകയാണ്, അതുപോലെ തന്നെ ഇവള് എനിക്ക് സമാധാനം തരുന്നില്ല എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അനുമോൾ നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ഒരു കേസും കാര്യങ്ങളും കൊടുക്കുകയും ചെയ്തു. പിന്നീട് ബിജീഷിനെ പോലീസ് സ്റ്റേഷനിലോട്ട് പിടിച്ചു കൊണ്ടുവന്നതിന് ശേഷം പിന്നീട് പോലീസുകാർ താക്കീതും കാര്യങ്ങളൊക്കെ ചെയ്ത് വിട്ടയക്കുകയാണ്. പിന്നീട് അനുമോൾ താമസിച്ച് വന്നിട്ടുണ്ടായിരുന്നത് ഒരു റിലേറ്റീവിൻ്റെ വീട്ടിലായിരുന്നു. ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ കടക്കുകയും അതുപോലെ തന്നെ അനുമോളുടെ കുട്ടിയും അവിടെ തന്നെയായിരുന്നു. അവിടെ നിന്നായിരുന്നു രാവിലെ സ്കൂളിലോട്ട് പോവുകയും അതുപോലെ തന്നെ വൈകുന്നേരം സ്കൂളിലോട്ട് നിന്നും വീട്ടിലോട്ട് വരുന്നതും. അത്തരത്തിൽ തന്നെ ഇവരെന്താക്കിയിട്ടുണ്ടായിരുന്നു, ഈ ആനുവൽ ഡേൻ്റെ തലേ ദിവസം ഇവൻ നേരെ ഈ വീട്ടിലോട്ട് വരികയാണ്. വീട്ടിലോട്ട് വന്നതിന് ശേഷം അവിടെ നിന്നും കോംപ്രമൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നേരെ ഇവൻ്റെ വീട്ടിലോട്ട് ഇവളെ വിളിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. ഇവൻ്റെ വീട്ടിലോട്ട്
റൂമിലോട്ട് വിളിച്ച് കൊണ്ടുപോയതിന് ശേഷം അവളെ കഴുത്തിലുള്ള ഷാള് വെച്ച് മുറുക്കിക്കൊണ്ട് തന്നെ അവിടെ നിന്ന് ഇവൻ കൊലപാതകം ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. അവിടെ നിന്ന് നേരെ റൂമിലോട്ട് നേരെ ഇവൻ്റെ ബോഡി പിടിച്ചു കൊണ്ടുവരികയും പിന്നീട് ഇവളെ കഴുത്തിൽ ആ ഷാള് മുറുക്കിക്കൊണ്ട് തന്നെ അവളെ കൊല്ലുകയും ചെയ്യുകയാണ്. പിന്നീട് അവളെ കൈ മുറിക്കുകയും ചെയ്തു. പിന്നീട് ഇവനക്ക് ടെൻഷനും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ അവിടെ തന്നെ ഇവൻ സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി നോക്കിയാണ്. പക്ഷേ ഇവനിക്ക് ധൈര്യമില്ലാത്തത് കൊണ്ട് തന്നെ സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി ഇവൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ആ ബോഡി അവിടെ ഇട്ടതിന് ശേഷം ഇവൻ്റെ മകളുടെ കൂട്ടത്തിൽ തന്നെ അപ്പുറത്തെ റൂമിൽ പോയി ഇവൻ കടന്നുറങ്ങുകയും ചെയ്തു. പിറ്റേ ദിവസം ഇവൻ ബോഡി വേറെ എവിടെയും കൊണ്ടുപോയി ഡെബ് ചെയ്യാൻ വേണ്ടി ഇവൻ്റെ സുഹൃത്തുക്കളെ മുഴുവൻ ഇവൻ വാഹനം വിളിച്ച് ചോദിക്കുകയാണ്. കാറ് റെന്റിനെടുത്തതിന് ശേഷം ഇവൻ ട്രിപ്പ് അടിക്കുന്ന പരിപാടിയും കാര്യങ്ങളുമായിരുന്നു ബിനീഷിനുണ്ടായിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവൻ്റെ സുഹൃത്തുക്കളെ കാറ് വിളിച്ച് ചോദിക്കുകയാണ്. സുഹൃത്തുക്കൾ ആരും ഇവനിക്ക് വാഹനം കൊടുത്തിട്ടില്ല. അതിൻ്റെ കാരണമായിട്ട് ഇവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവൻ ഇത്തരത്തിൽ തന്നെ റെന്റിന് വാഹനം എടുത്തതിന് ശേഷം ഇവർക്കായിരിക്കും ഫണ്ടും കാര്യങ്ങളും കൊടുക്കില്ല. അത്തരത്തിൽ തന്നെയായിരുന്നു ഇവനിക്ക് ഇവരാരും വാഹനം കാര്യങ്ങളും കൊടുക്കാത്തത്. അതുകൊണ്ട് തന്നെ ആ റൂമിൻ്റെ അടിയിൽ തന്നെ ആ കട്ടിലിൻ്റെ അടിയിൽ തന്നെ ഒരു ബെഡ്ഷീറ്റിൻ്റെ അകത്ത് ഇവളെ ബോഡി പൊതിഞ്ഞുകൊണ്ട് തന്നെ അവിടെ ഇടുകയാണ്. പിന്നീട് പിറ്റേ ദിവസം ഇവളെ ഫാമിലിയെ വിളിച്ച് പറയുകയും ചെയ്യുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഫാമിലി നേരെ വന്നതിന് ശേഷം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കേസ് കൊടുത്തു. കേസ് കൊടുത്തതിന് ശേഷം മകളെ അവർ കൂട്ടിക്കൊണ്ടുപോവുകയാണ് ചെയ്തത്. പിന്നീട് ഇവൻ നേരെ തമിഴ്നാട്ടിലോട്ട് കടന്നു കളയുകയും ചെയ്തു. അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതിൽ നല്ല വീഡിയോയുമായി വരാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ്. ഇറ്റ്സ് മീ അഫ്രാദ്.